നമസ്തേ ബച്ചോ, ഏവർക്കും 10ാം ക്ലാസ്സിൻ്റെ ഹിന്ദി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് ബീർബഹൂട്ടി എന്ന് പറയുന്ന കഹാനിയുടെ ആദ്യത്തെ പാരഗ്രാഫാണ്. അതിനകത്ത് പറഞ്ഞത് എന്തൊക്കെ കാര്യങ്ങളാണ്? ആ ഗ്രാമത്തിൽ മഴ വരുന്നതിനെ പറ്റിയും മഴ പെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് ലേഖകൻ പ്രഭാത് നമ്മളോട് പറഞ്ഞത്. അടുത്ത പാരഗ്രാഫ് നമുക്ക് നോക്കാം. ഉനേം ബീർബഹൂട്ടിയോം സെ മിൽന होता था, सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. कस्बे से सटे इन खेतों में बीरबहूटियाँ खोजा करते थे. सुर्ख मुलायम गदबदी बीरबहूटियाँ, धरती पर चलती फिरती खून की प्यारी प्यारी बूंदें. उनके बस्ते उनकी पीठ पर लदे होते थे, कंधों पर टंगे होते थे. वे एक दूसरे के बहुत नज़दीक रहकर, बल्कि कहना चाहिए बिल्कुल सटकर बीरबहूटियाँ खोजते थे. उन्हें देखने के लिए वे बारिश की गंध भरी भूरी ज़मीन पर बैठ जाया करते थे. അപ്പോൾ നോക്കുക, എന്താണ് പറഞ്ഞത്? ഉനേം ബീർബഹൂട്ടിയോं से मिलना होता था. അവർക്ക് ബീർബഹൂട്ടികളെ കാണണമായിരുന്നു. ഇവിടെ ഈ കഥയിലെ അവർക്ക് എന്ന് പറയുന്നത് കഥയിലെ കഥാപാത്രങ്ങളാണ്. പക്ഷെ അവരുടെ പേരുകളൊന്നും നമ്മളോട് ഇതുവരെയും ആര് പങ്കുവച്ചിട്ടില്ല? ലേഖകൻ പ്രഭാത് പങ്കുവച്ചിട്ടില്ല. അപ്പോൾ അതൊരു സസ്പെൻസ് ആയിട്ട് നിർത്തിക്കൊണ്ട് ലേഖകൻ നമ്മളോട് പറയുകയാണ്, ഉനേം ബീർബഹൂട്ടിയോं से मिलना होता था. അവർക്ക് ബീർബഹൂട്ടികളെ കാണണമായിരുന്നു. സോ വേ സ്കൂൾ കെ ലിയേ ഘർ സെ കുച്ച് സമയ പഹലേ നികൽ ആത്തേ ഥേ. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുകയാണ്? സ്കൂൾ കെ ലിയേ, സ്കൂളിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ഘർ സെ കുച്ച് സമയ പഹലേ നികൽ ആത്തേ ഥേ, വീട്ടിൽ നിന്നും എന്ത് ചെയ്യുന്നു? കുറച്ച് നേരത്തെ ഇറങ്ങുന്നു. കസ്ബേ സെ സഠേ ഇൻ ഖേത്തോമേം ബീർബഹൂട്ടിയാ ഖോജാ കർത്തേ ഥേ. എന്നിട്ട് ലേഖകൻ പറയുകയാണ്, കസ്ബേ സെ സഠേ, കസ്ബാവാനെ ചെറിയ പട്ടണം, ആ ചെറിയ പട്ടണത്തിനോട് സഠേ ചേർന്നുള്ള ഇൻ ഖേത്തോമേം ബീർബഹൂട്ടിയാ ഖോജാ കർത്തേ ഥേ, ആ വയലുകളിലാണ് അവർ എന്തിനെ തിരക്കിയിരുന്നത് അല്ലെങ്കിൽ അന്വേഷിച്ചിരുന്നത്? ബീർബഹൂട്ടികളെ. ബീർബഹൂട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിൽ കാണപ്പെടുന്ന നമ്മുടെ ഇവിടുത്തെ മഴവണ്ട് പോലെ അതിനോട് സാദൃശ്യമുള്ള ഒരു പ്രാണിയാണ് ഏതെന്ന് പറയുന്നത്? ബീർബഹൂട്ടികളെന്ന് പറയുന്നത്. അപ്പോൾ ആ ബീർബഹൂട്ടികളെ അവരെന്ത് ചെയ്തിരുന്നു? ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്തിരുന്നു? വീട്ടിൽ നിന്നും നേരത്തെ ഇറങ്ങി അതിനെ അന്വേഷിച്ച് എവിടെ ഇരുന്നു? അവരുടെ വീടിൻ്റെ അല്ലെങ്കിൽ ആ വീടിരിക്കുന്ന പട്ടണത്തിനോട് ചേർന്നുള്ള വയലിൽ പോയിരുന്നു. സുർഖ മുലായം ഗദ്ബദി ബീർബഹൂട്ടിയാം. ഇനി ബീർബഹൂട്ടികളുടെ സവിശേഷതകളാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? സുർഖ രക്തവർണ്ണത്തിലുള്ളത്, അതുപോലെ തന്നെ മുലായം ഗദ്ബദി, രണ്ടിൻ്റെ അർത്ഥം എന്ത് തന്നെയാണ്? കോമളമായത്, നേർത്തത് എന്ന് തന്നെയാണ്. അപ്പോൾ എന്താണ്? രക്തവർണ്ണത്തിലുള്ളതും നല്ല ചുവപ്പ് നിറത്തിലുള്ളതും അതുപോലെ തന്നെ മൃദുലമായിട്ടുള്ളതുമായ ബീർബഹൂട്ടികളാണ്. ധർത്തി പർ ചൽത്തി ഫിർത്തി കൂൻ കി പ്യാരി പ്യാരി ബൂന്തേ, നമ്മുടെ തറയിലൂടെ നടന്നു പോകുന്ന ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേം, രക്തത്തിൻ്റെ സ്നേഹമുള്ള തുള്ളികളാണ് ഈ ബീർബഹൂട്ടികളെന്ന് ആര് പറയുകയാണ്? ലേഖകൻ പ്രഭാത് പറയുകയാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം, ബീർബഹൂട്ടികളെ ലേഖകൻ എന്തിനോടാണ് ഉപമിച്ചത്? ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേം. എന്തിനോടാണ് ഉപമിച്ചത്? നമ്മുടെ തറയിലൂടെ അല്ലെങ്കിൽ ഭൂമിയിലൂടെ നടന്നു പോകുന്ന രക്തത്തുള്ളികളോടാണ് അതിനെ ഉപമിച്ചത്, ബീർബഹൂട്ടിയെ ഉപമിച്ചത്. ഉൻകെ ബസ്തേ ഉൻകി പീഠ് പർ ലദേ ഹോത്തേ ഥേ. ഇനി അവരുടെ ബാഗുകൾ, നമ്മുടെ ഈ കുട്ടികൾ കഥാപാത്രങ്ങളുടെ ബാഗുകൾ എന്ത് ചെയ്തിരുന്നു? ഉൻകി പീഠ് പർ ലദേ ഹോത്തേ ഥേ, അവരുടെ മുതുകിലിട്ടിരുന്നു. കന്തോം പർ ടങ്കേ ഹോത്തേ ഥേ, അതുപോലെ തന്നെ തോളിലായിട്ട് തൂക്കുകയും ചെയ്തിരുന്നു. അതായത് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെയാണോ ബാഗ് ധരിക്കുന്നത് അതുപോലെ അവരും ബാഗ് ധരിച്ചിരുന്നു. വേ ഏക് ദൂസരേക്ക് ബഹുത്ത് നസ്ദീക് രഹ്കർ, ഈ കുട്ടികൾ എന്ത് ചെയ്യുകയാണ്? രണ്ടുപേരുണ്ട്. ഏക്ക് ദൂസരേക്ക് ബഹുത്ത് നസ്ദീക് രേക്കർ, അവർ രണ്ടുപേരും ഒരാൾ മറ്റൊരാളോട് ചേർന്നിരുന്ന്, ബൽക്കി കഹ്നാ ചാഹിയെ, ലേഖൻ എടുത്തു പറയുകയാണ്, എന്താണ് പറയേണ്ടതായിട്ടുണ്ട്? ബിൽക്കുൽ സട്കർ, ഒരുപാട് ചേർന്നിരുന്ന് അവരെന്ത് ചെയ്യുകയാണ്? ബീർബഹൂട്ടിയാ ഖോജ്തേ ഥേ, ഈ വയലിൽ ബീർബഹൂട്ടികളെ ഇങ്ങനെ അന്വേഷിക്കുകയാണ്.
उन्हें देखने के लिए वे बारिश की गंध भरी भൂരി ज़मीन पर बैठ जाया करते थे. കൂടാതെ ഈ ബീർബഹൂട്ടികളെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെന്തും ചെയ്യുകയാണ്? ബാരിഷ് കി ഗന്ധ് ഭരി, ആ മഴയുടെ മണം നിറഞ്ഞ എന്ത് ചെയ്യുന്നു? ഭൂരി സമീൻ പർ, തവിട്ട് നിറത്തിലുള്ള തറയിൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം ചെളി നിറഞ്ഞ ആ തറയിൽ ബൈറ്റ് ജായ കർത്തേ ഥേ, ആ കുട്ടികൾ ഇരിക്കുകയും ചെയ്യുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ കുട്ടികൾ എന്ത് ചെയ്യുകയാണ്? അവർക്ക് അവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയുന്നത് ഈ ബീർബഹൂട്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കാണുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുകയാണ്? അവരുടെ സ്കൂൾ യൂണിഫോം ചീത്തയാകുമെന്നോ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ ആ ചെളിയിലിരുന്ന് അവയെ അന്വേഷിക്കുകയാണ്. അടുത്ത നോക്കുക, അടുത്ത അവർ തമ്മിലുള്ള സംഭാഷണമാണ്. बेला देखो इस बीरबहूटी का रंग तुम्हारे रिबन के जैसा लाल है, സാഹിലിനെ കഹ. അപ്പോൾ നമുക്ക് ചിത്രത്തിൽ കാണാം ആ രണ്ട് കുട്ടികൾ അവിടെ ഇരിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ അടുത്തായിട്ട് ആ ബീർബഹൂട്ടികളെയും നമുക്ക് കാണാം. അപ്പോൾ അവരുടെ പേരുകൾ ലേഖൻ നമ്മളോട് പറഞ്ഞു തരികയാണ്. ബേല ദേക്കോ ഇസ് ബീർബഹൂട്ടി കാ രംഗ് തുമാരെ റിബൻ കെ ജൈസാ ലാൽ ഹേ, സാഹിലിനെ കഹ. അപ്പോൾ രണ്ട് കഥാപാത്രങ്ങളുടെ പേരുകൾ നമുക്ക് ലഭിച്ചു. ആരൊക്കെയാണ്? ബേലയും സാഹിലുമാണ്. അപ്പോൾ സാഹിലാണ് പറയുന്നത്. ആരോട് പറയുകയാണ്? ബേലയോട് പറയുകയാണ്. ബേല ദേഖോ ഇസ് ബീർബഹൂട്ടി കാ രംഗ്, ബേല നോക്കൂ ഈ ബീർബഹൂട്ടിയുടെ നിറം തുമാരെ റിബൺ കെ ജൈസാ ലാൽ ഹേ, നിന്റെ റിബണിൻ്റെ കളർ പോലെ തന്നെ എന്താണ്? ചുവപ്പ് നിറത്തിലുള്ളതാണ്. സാഹിലിനെ കഹ, ആരാണ് പറഞ്ഞത്? സാഹിലാണ് പറഞ്ഞത്. തുമ്നെ കുച്ച് സുനാ ബേല, എന്നിട്ട് സാഹിൽ തന്നെ ചോദിക്കുകയാണ്, നീ എന്തെങ്കിലും കേട്ടായിരുന്നോ ബേല? അപ്പോൾ ബേലയുടെ മറുപടിയാണ് ഹാം സുന, ഞാൻ കേട്ടു. പഹലി ഖണ്ഡി ലഗ് ഗയി ഹേ, ഫസ്റ്റ് ബെല്ല് മുഴങ്ങുന്നത് ഞാൻ കേട്ടു എന്നാര് പറയുകയാണ്? ബേല മറുപടി പറയുകയാണ്. ലേക്കിൻ മുझे പൈൻ മേ സ്യാഹി ഭി ഭർവാനി ഹേ ദുക്കാൻ സെ. അപ്പോൾ സാഹിൽ പറയുകയാണ് ലേക്കിൻ പക്ഷേ മുझे പൈൻ മേ സ്യാഹി ഭി ഭർവാനി ഹേ, പക്ഷേ എനിക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? പേനയിൽ മഷി കൂടി നിറയ്ക്കേണ്ടതായിട്ടുണ്ട്. ദുക്കാൻ സെ, എവിടെ നിന്ന്? കടയിൽ നിന്ന് എന്ന് പറയുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവർ രണ്ടുപേരും സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ വഴിയിലെ അല്ലെങ്കിൽ അവർ പോകുന്ന വഴിയിലെ ആ വയലിൽ ബീർബഹൂട്ടികളെ ഒന്ന് കാണുവാനായിട്ട് അവർ അവിടെ അന്വേഷിച്ച് പോവുകയും ചെയ്തു. അടുത്ത പാരഗ്രാഫ് നോക്കുക. 1981 का साल राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और माल गाड़ियों से सदा भरा फुलेरा जंक्शन, कस्बे की लगभग सूनी तंग गलियों में खामोश खड़े बिजली के खंभे, खंभों के बीच खिंची तारों की कतारें. इन गलियों में जहाँ तहाँ दिखाई पड़ते मीठी घंटियाँ बजाते फेरी वाले. एक अंधेरी सी गली में 6-7 गधों की खुरों की टापों की आवाज़ें. उनके पीछे चलता एक बदन उघाड़े कुम्हार. इसी दृश्य के बीच से गुजरते हुए दो स्कूली बच्चे, बेला और साहिल. उन दिनों पैन में 5 पैसे में नीली स्याही भरी जाती थी. स्टेशनरी के दुकान वाले ड्रॉपर से पैन में स्याही भरते थे. നോക്കുക എന്താണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞത്? 1981 का साल, 1981 കാലഘട്ടം. राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और माल गाड़ियों से सदा भरा फुलेरा जंक्शन. രാജസ്ഥാനിലെ ജയ്പൂരിന് നസ്ദീക്ക് എന്ന് പറഞ്ഞാൽ അടുത്തുള്ള സമീപത്തുള്ള സവാരി ഗാഡിയും യാത്രാ വണ്ടികളും ഓർ മാൽ ഗാഡിയും അതുപോലെ തന്നെ ചരക്ക് വണ്ടികൾ സാധനം കൊണ്ടുവരുന്ന വണ്ടികളും കൊണ്ട് സദാഭര എല്ലായ്പ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഫുലേര ജംഗ്ഷൻ, ഫുലേര എന്ന് പറയുന്ന ജംഗ്ഷൻ. അപ്പോൾ ഈ കുട്ടികളുടെ പട്ടണമാണ്, കുട്ടികൾ താമസിക്കുന്ന ആ ചെറിയ പട്ടണ പ്രദേശമാണ് ഏതെന്ന് പറയുന്നത് ഫുലേര എന്ന് പറയുന്നത്. കസ്ബേക്ക് ലഘുഭഗ് സൂനി തങ്ക് ഗലിയാം, ആ ചെറിയ പട്ടണത്തിൻ്റെ ലഘുഭഗ് ഏകദേശവും സൂനി തങ്ക് ഗലിയാം വളരെ ഇടുങ്ങിയതും അതുപോലെ തന്നെ വിജനമായതുമായ എന്താണ് ഗലിയാം തെരുവുകളാണ്. അപ്പോൾ ഈ പാരഗ്രാഫിൽ ലേഖകൻ അവരുടെ ആ പ്രദേശത്തെക്കുറിച്ച് ആ പട്ടണത്തെക്കുറിച്ചുള്ള വിവരണമാണ് നമുക്ക് നൽകുന്നത്. ഗലിയോമേ ഖാമോഷ് കടേ ബിജലി കെ ഖംഭെ, ഇനി ആ തെരുവുകളിൽ ഖാമോഷ് ഖടെ നിശബ്ദമായിട്ട് നിൽക്കുന്ന ബിജലി കെ ഖംഭെ എന്തും കാണാം, ഇലക്ട്രിക് പോസ്റ്റുകളെയും നമുക്ക് കാണാം. ഖംഭോങ്കി ബീച്ച്, ഇനി ആ പോസ്റ്റുകൾക്കിടയിൽ ഖിഞ്ചി താരോങ്കി കഥാരയും വലിച്ചു കെട്ടിയ അല്ലെങ്കിൽ മുറുകെ കെട്ടിയ ഇലക്ട്രിക് ലൈനുകളും നമുക്ക് കാണാം.
इन गलियों में जहाँ तहाँ दिखाई पड़ते മീठी ഖണ്ഡിയാം ബജാത്തെ ഫേരി വാലെ. ഇനി ആ തെരുവുകളിൽ ജഹാൻ തഹാം അവിടെയും ഇവിടെയും അല്ലെങ്കിൽ അങ്ങിങ്ങായിട്ട് നമുക്ക് കാണാൻ കഴിയും മീठी ഖണ്ഡിയാം ബജാത്തെ ഫേരി വാലെ, മധുരമായ മണികളും മുഴക്കിപ്പോകുന്ന ആരെ, വഴിയാത്രക്കാർ, എന്താണ് കൊണ്ടു നടന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ പറഞ്ഞു എക്ക് അന്തേരീസി ഗലീമേ, ഇനിയൊരു ഇരുട്ട് നിറഞ്ഞ ഒരു തെരുവിൽ അല്ലെങ്കിൽ എന്താണ് വളരെ പ്രകാശമൊന്നുമില്ലാത്ത ഒരു തെരുവിൽ ചേസാത് ഗതോങ്കി ഖുരോങ്കി ടാപ്പോങ്കി ആവാസയും 6-7 കഴുതകളുടെ ഖുരോങ്കി, ഖുർ എന്ന് പറഞ്ഞാൽ കുളമ്പ്, ആ കഴുതകളുടെ കുളമ്പടിക്കുന്ന ആവാസയും ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം. ഉൻകെ പീച്ചെ ചൽത്തായേക്ക് ബദനുഗാടെ കുമാർ, അപ്പോൾ ആ കഴുതകൾക്ക് പിറകിലൂടെ നടന്നു വരുന്ന ഒരു ബദനുഗാടെ, ഒരു അർദ്ധനഗ്നനായ അല്ലെങ്കിൽ ഷർട്ട് ധരിക്കാത്ത ഒരു കുംഹാർ. കുമാർ എന്ന് പറഞ്ഞാൽ ആരാണ്? മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന ആളെയാണ് കുംഹാർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മൺപാത്രം ഉണ്ടാക്കുന്ന ആളെയും നമുക്ക് 6-7 കഴുതകളുടെ പിറകിൽ കാണാം. കൂടാതെ ഇസി ദൃശ്യക്കെ ബീച്ച്, ഈ ദൃശ്യത്തിനൊക്കെ ഇടയിൽ നിന്നും ഗുസർത്തെ ഹുയെ 2 സ്കൂളി ബച്ചെ, കടന്നു വരുന്ന 2 സ്കൂൾ കുട്ടികൾ, ബേല ഓർ സാഹിൽ. ആരൊക്കെയാണ്? ബേലയും സാഹിലുമാണ്. ഉന്തിനും പൈൻമേ 5 പൈസമേ നീലി സ്യാഹി ഭരി ജാത്തി थी. ആ ദിവസങ്ങളിൽ പേനയിൽ 5 പൈസയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്? നീലമഷി നിറച്ച് കൊടുക്കാറുണ്ട്. സ്റ്റേഷനറി കെ ദുക്കാൻ വാലെ ഡ്രോപ്പർ സെ പൈൻമേ സ്യാഹി ഭർത്തെ थे. ആ സ്റ്റേഷനറി